ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രുവാൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലാസ് 9 ഹിന്ദി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ആണ്. ആദ്യം ക്ലാസ് 9 ഹിന്ദിയാണ്. ഇനിയിപ്പോൾ 9ാം ക്ലാസ്സിൽ എക്സാമിന് ഫസ്റ്റ് വരുന്നത് തന്നെ ഹിന്ദി എക്സാം ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ പഠിക്കണം അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി റിവൈസ് ചെയ്തു പോകും. അപ്പോൾ നമ്മൾ ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്കാണിത്, കക്ഷ 9. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ഇൻഡെക്സ് പേജിലൂടെ നമുക്കൊന്ന് പോകാം. ഓക്കെ, അനുക്രമണിക ഇൻഡെക്സ് ഹിന്ദിയിൽ പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് അറിയുവാണെങ്കിൽ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമതാണ് ശീർഷക്. ശീർഷക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിലെ പാഠത്തിന്റെ പേരാണ്. രണ്ടാമത്തെ വിധ അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ വരുന്നു. മൂന്നാമത്തേത് രചനാക്കാർ അല്ലെങ്കിൽ അത് എഴുതിയത് ആരാണ്. ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് പേജ് നമ്പർ ആണ്, അത് നമുക്ക് ആവശ്യമില്ല എക്സാമിന്. ഫസ്റ്റ് വൺ ആണ് ഇക്കായി എക്സ് ജി എൻ ജീഫർ. അപ്പോൾ ആ യൂണിയന്റെ പേരുകളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് പാഠമാണ് ചട്ട്പട്ട് ഓർ നട്ട്ഖട്ട്. അപ്പം ചട്ട്പട്ട് ഓർ നട്ട്ഖട്ട് എന്ന് പറയുന്ന 2 കുട്ടികളുടെ സ്റ്റോറിയാണ്, സഹോദരന്മാരുടെ. ഓക്കെ, അപ്പോൾ ആ ഒരു കിസ് വിദാക്കി രചനാഹെ എന്നീ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അതൊരു കഹാനിയാണ്. ഓക്കെ, അത് എഴുതിയത് രമേശ് ഉപാധ്യായ ആണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആ പാഠത്തെക്കുറിച്ച് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, എങ്കിലാണ് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ചട്ട്പട്ട് ഓർ നട്ട്ഖട്ട് ആണെങ്കിൽ കഹാനിയാണ്, രമേശ് ഉപാധ്യായ ആണ് എഴുതിയത്. ഇനി അടുത്താണെങ്കിൽ ബഹുത് ദിനോം കെ ബാദ് എന്ന് പറയുന്നത് ഒരു കവിതയാണ്. അതായത് വളരെ നാളുകൾക്ക് ശേഷം കവി തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതും അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ്, ഒരു കവിതയാണ്, എഴുതിയത് നാഗാർജുനാണ്. അപ്പോൾ ഇത് മിക്കവാറും ഈ കവിതയുടെ കുറച്ച് വരികൾ തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം, ഇസ് കവിതാക്ക് രചയിതാ കോൺ ഹെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും വരും. ഇനി അടുത്താണ് ബൂഡി കാക്കി. അതൊരു ശസ്തിയാണ് അല്ലെങ്കിൽ ഒരു ബ്ലർബാണ്. ഓക്കെ, അപ്പോൾ അത് പുറന്താളെഴുത്തുന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബുക്ക് റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പുറന്താളെഴുത്ത് അതാണ് ശസ്തി അല്ലെങ്കിൽ ബ്ലർബ് കാറ്റഗറിയിൽ വരുന്ന രചനയാണ്. അപ്പോൾ ബൂഡി കാക്കി എന്ന് പറയുന്ന ഒരു ഫിലിമിന്റെ ഒരു ശസ്തി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ബൂഡി കാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രേംചന്ദ് കി കഹാനിയാണ് ബൂഡി കാക്കി. അതുപോലെ തന്നെ ഗുൽസാർ അതിനെ ബേസ് ചെയ്തിട്ടൊരു ഫിലിം ചെയ്തിട്ടുണ്ട്, അതിന്റെ പേര് എന്താണ്, ബൂഡി കാക്കി എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ബൂഡി കാക്കി കഹാനി കെ രചയിതാ കോൻ ഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേംചന്ദ് ആണ്. ബൂഡി കാക്കി ഫിലിം കെ നിർദ്ദേശക് കോൻ ഹെ, നിർദ്ദേശക് മീൻസ് ഡയറക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഗുൽസാർ ആണ് അതിന്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരാം, നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ബൂഡി കാക്കി ഏത് സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ എന്ന് ചോദിച്ചാലും ആൻസർ ബൂഡി കാക്കി തന്നെയാണ്. ഇനി അടുത്തതാണ് ഇക്കായി ഇതോ അല്ലെങ്കിൽ 2ാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഹർ എന്നാണ് ഫസ്റ്റ് പാഠം. അപ്പം എന്താണ്, പ്രകൃതി എന്ന് പറയുന്ന എല്ലാവരുടെയും വീടാണ്, അല്ലെങ്കിൽ പ്രകൃതി സബ്കാ ഹർ ഹെ എന്നതാണ് ഇതിന്റെ മെയിൻ തീം. ഓക്കെ, അപ്പോൾ ഇത് കഹാനിയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോറിയാണ്, എഴുതിയത് പ്രഭാതാണ്. ഓക്കെ, ഇനി അടുത്ത പാഠത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫൂൽ എന്നാണ് അടുത്ത പാഠത്തിന്റെ പേര്. ഇത് കവിതയാണ്, എഴുതിയത് രാംദാസ് മിശ്രയാണ്. അപ്പോൾ കവിതയുടെ വരുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആ ഒരു റൈറ്ററിന്റെ പേര് നിങ്ങൾ എന്തായാലും മറന്നു പോരുത്. കാരണം കവിതയുടെ ഇത് റൈറ്റർ ആരാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കവിതയുടെ ആശയം ചോദിച്ചാൽ അതിനകത്ത് ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് ഈ റൈറ്ററിന്റെ പേര് വെച്ചുകൊണ്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഫൂൽ കവിത രാംദാസ് മിശ്ര ദ്വാര ലിഖിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്ത യൂണിറ്റിലേക്ക് പോകുന്നത് ജബ് ഗാന്ധിജിക്ക് ഹടി ചോരി ചലിക്കേ. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇതൊരു സ്റ്റോറി പോലെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ഇതെന്താണ്, ഒരു ലേഖാണ്. ഓക്കെ, അപ്പോൾ കിസ് വിദാക്കി രചനാഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ലേഖാണ്, എഴുതിയത് സ്വയം പ്രകാശ് എന്ന് പറയുന്ന റൈറ്ററാണ്. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഗാന്ധിജിയുടെ വാച്ച് മോഷണം പോകുന്ന അദ്ദേഹത്തിന് വൈസ്രോയി ചായ സൽക്കാരത്തിന് ക്ഷണിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഈ പാഠത്തിലാണ് വരുന്നത്. ഇനി അടുത്താണ് ജൻ ജൻ കാ ചെഹ്റ ഏക്. ഓക്കെ, ജൻ ജൻ കാ ചെഹ്റ ഏക് എന്ന് പറയുന്നത് ഒരു കവിതയാണ്, എഴുതിയത് മുക്തിബോധാണ്. ഓക്കെ, അപ്പോൾ ഈ കവിതയുടെ ഒക്കെ സമ്മറി പഠിച്ചു വെക്കുക. ഓക്കെ, കാരണം ഇതിൻ്റെയൊക്കെ സമ്മറി നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, കവിതയുടെ ആശയം ചോദിക്കാം, അപ്പോൾ അതെങ്കിലും എഴുതി വെക്കാൻ പറ്റും. ഇനി അടുത്താണ് ഫുട്ബോൾ കെ ദിൽ കാ രാജ. ഫുട്ബോൾ കെ ദിൽ കാ രാജ എന്ന് പറഞ്ഞാൽ പെലേനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എഗെയിൻ ഇതൊരു ലേഖാണ്, എഴുതിയത് സോബാൻ ജോഷിയാണ്. ഓക്കെ, കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി അടുത്താണ് ഹർ പേടോർ താരേക്ക് യാദ്. അപ്പോൾ യുദ്ധത്തെക്കുറിച്ച് ഈ പാഠത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരുടെ അല്ലെങ്കിൽ ആ ഒരു ചേട്ടൻ്റെ അനിയത്തിയുടെ ഒക്കെ സ്ട്രഗിൾ ഇതിനകത്ത് പറയുന്ന ഒരു ലോക് കഥയാണ്. അപ്പോൾ ഇത് കിസ് വിദാക്കി രചനാഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കഹാനിയല്ല, ഇതൊരു ലോക് കഥയാണ് അല്ലെങ്കിൽ ഒരു ഫോക്ക് സ്റ്റോറിയാണ്, എഴുതിയത് മംഗളേഷ് ഡബ്രാൾ എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ കബ് തക് എന്നാണ് അടുത്ത പാഠത്തിന്റെ പേര്. ഓക്കെ, അപ്പോൾ ഇത് കിസ് വിദാക്കി രചനാഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കവിതയാണ്, എഴുതിയത് വന്ദന ടേറ്റയാണ്. ഓക്കെ, കബ് തക് അല്ലെങ്കിൽ എത്ര നാൾ വരെ നമ്മൾ ഇതുപോലെ ജീവിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്ദന ടേറ്റ എഴുതിയിട്ടുള്ളൊരു കവിതയാണിത്.
ഇനി അടുത്താണ് രാജാവൂർ വിദ്രോഹി, അതായത് ലാസ്റ്റ് യൂണിറ്റിൽ നമ്മുടെ മെയിൻ പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ വരുന്നതാണ് രാജാവൂർ വിദ്രോഹി എന്ന് പറയുന്ന നാടകം. ഇത് എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത അമർ ഗോസ്വാമിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ക്യാരക്ടർ സ്കെച്ച് അടക്കമുള്ള ക്വസ്റ്റ്യൻസ് മിക്കവാറും നിങ്ങളുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക. ഇനി അടുത്താണ് ബോൺസായി എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. എഴുതിയത് സുധാ ഉപാധ്യായ ആണ്. ഓക്കെ, അപ്പോൾ അതൊരു സിമ്പിൾ ആയിട്ട് കവിതയാണ്. ബോൺസായി, ഒരു ചെടി ബോൺസായി ആയിട്ട് കട്ട് ചെയ്ത് മുറിയിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ ഒരു കവിതയെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എഴുതിയത് സുധാ ഉപാധ്യായാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ ഒരു 3 മാർക്കെങ്കിലും നിങ്ങൾക്ക് 3 അല്ലെങ്കിൽ മാക്സിമം 5 മാർക്കെങ്കിലും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഓർത്ത് വയ്ക്കുക. ബാക്കി ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോകും. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.